ഞാനിപ്പോൾ എൻ്റെ ഈ ഇതെല്ലാം അടുക്കുവാണ്. ഇതൊരു പെൻ ബോക്സ് ആണ്. ഞാനിപ്പോൾ പെൻ എടുക്കുകയാണ്. ഓക്കെ, പെൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഡൗണിലാണ് വെക്കുന്നത്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എനിക്കെടുത്ത് അമ്മ വരിക. അതിപ്പോൾ പൊടി പിടിക്കാതൊക്കെ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് നെയിൽ സ്ലിപ്പ് അടിക്കി വെക്കുന്നതിന് ഞാൻ എൻ്റെ ബുക്കൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ എൻ്റെ പഠിക്കുന്ന ബുക്സാണ്. ഞാനിപ്പോൾ എഴുതി പഠിക്കുന്നതൊക്കെ ബുക്സാണ്. പിന്നെ എൻ്റെ ബോക്സസാണ്. ഇതെൻ്റെ പഴയ ബോക്സസാണ്. ഇതൊക്കെ എനിക്ക് മാമ കൊണ്ട് തന്നെയൊക്കെയാണ്. അതിലൊക്കെ ഈ പെന്നിൻ്റെ ഇതൊക്കെ വരുന്നത് ഉണ്ടോ. നമുക്ക് പെൻസിലിൻ്റെ ഇതൊക്കെയുണ്ട്. ഇപ്പം കത്തത്തൊന്നുമില്ല. ഇത് പിന്നെ ഒരു പെന്ന്, പിന്നെ ഇതിൻ്റെ ഒരു സെറ്റുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം എവിടേക്കോ കളഞ്ഞേക്കുവാ. ഞാൻ ഇന്നലെ ഞാനങ്ങാണ്ട് ഇതൊക്കെ എടുത്ത് നേരെ എവിടുന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്തേ. ഇത് സിബൊന്നുമില്ല, ഇതൊക്കെ പോയി. ഇതൊരു പൗച്ച് ഉണ്ട്, അമ്മയാണ് അത് പൗച്ചുണ്ട്. പിന്നെ ഒരു ബോക്സ്, ഇതിനകത്ത് ഇതാണ്ട് ഇതിൻ്റെ കോലമാണ് ഇങ്ങനെ. ഇതാണ്ട് ഇതിൻ്റെ അകത്തെ കോലം ഇങ്ങനെ. ഇവിടെ കുഴപ്പമില്ല, നല്ല ഓക്കെ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഇവിടെ. ഇവിടെ അമ്മ ഞാനിവിടെ മുറ്റത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുന്നതാ. ഇതൊക്കെ ഒരു ബ്ലാക്ക് കളറ്. ഞാനിങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുവേ. പിന്നെ ഇത്, പിന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനങ്ങളാണ്. ഞാൻ കുറേ സാധനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാൻ എനിക്ക് വെച്ചേക്കണേ ഞാൻ. പിന്നെ ഇതൊരു ഇടണം, ഇത്രയേ ഉള്ളൂ. ഇതിന് എത്രയും പൗച്ചിനകത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്കെച്ചിൻ്റെ ഇപ്പം സ്കെച്ചൊക്കെ പല വരിക്ക് കിടക്കുക. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ ഇറേസറും കട്ടേഴ്സിൻ്റെ കളക്ഷനാണ്. ഞാൻ ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ പത്രമൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് കിറുക്കിയിട്ടേക്കുന്നത്. ഇതൊരു തുരുമ്പിച്ച ഒരു കട്ടേഴ്സൊക്കെ ഉണ്ട്. ഇതൊന്നും ചെത്തിയാണെന്ന് ആകത്തൊന്നുമില്ല. ഇത് പക്ഷെ നല്ല കട്ടറാട്ടോ. ഇതെനിക്ക് കിൻഡർജോയുടെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പലത് ഇതും എനിക്ക് മറ്റേ ഈ സ്മൈലിയുടെ ഒരു കിൻഡർജോ അറിയില്ല, അതിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ ഇതൊക്കെ പേപ്പർ പിടിച്ചിട്ട് ഇത്. പിന്നെ ഒരു പെണ്ണിൻ്റെ വണ്ടയ്ക്ക് വെക്കുന്നതൊക്കെ യൂണിക്കോണ്ട്. പിന്നെ ഒരു റബ്ബറും, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പേപ്പർ. പിന്നെ ഞാൻ ഫ്ലവർ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചേക്കുവേ. എനിക്ക് ബുക്സൊക്കെ വെക്കാനുള്ള സ്പേസസ് ഒക്കെ ഉണ്ട്. പിന്നെ പിന്നെ എപ്പോഴൊന്ന് കാണിക്കണമെന്ന് പറയാൻ അറിഞ്ഞൂടെ. പിന്നെ ഞാൻ പുസ്തകം അടിക്കുന്ന കാണിച്ചുതരാം. പുസ്തകം അയ്യോ, ഇതെൻ്റെ പാവയാണ്. ഇത് പാട്ടൊക്കെ പാടുവേ. നമുക്ക് തൽക്കാലത്തേക്ക് പഠിക്കുന്ന ഇതിൻ്റെ നമുക്ക് പക്ഷേ ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ടെക്സ്റ്റ് ഒക്കെ താഴെ തട്ടുണ്ട്, താഴെയായിട്ട് അടിക്കുന്നത്. ഇത് GK, പിന്നെ ഇത് ഹിന്ദിയുടെ കോപ്പി, പിന്നെ ഇംഗ്ലീഷ് വർക്ക് ടെക്സ്റ്റ്, ഇംഗ്ലീഷ് നോട്ട്ബുക്ക്. ഇത് കർസീവ്. ഇത് മറ്റേ വലിയ ടെക്സ്റ്റ്, എല്ലാം കൂടെ ഉള്ള ടെക്സ്റ്റ്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഞാൻ നോക്കട്ടെ. അടുക്കിരിപ്പുണ്ടല്ലേ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാവേ. ഞാൻ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ താഴെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കളർ പെൻസിലിൻ്റെ ഒരു സെറ്റാണ്. ഞാൻ തുറന്ന് കാണിച്ചു കുറച്ച് എടുക്കാണ്. അത് കട്ടറൊന്നുമില്ല, ഇത് സാധാ ഒരു പെൻസിൽ. ഇത് കൂട്ടത്തെ പെൻസിൽ സെറ്റ്, കളർ പെൻസിൽ. ഇത് പിന്നെ ഇതിനകത്തൊന്നും ഇല്ല, ശരിയൊക്കെ ഉള്ളു. ഇത് പെയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കാണുന്നുണ്ട്. ബ്രഷൊന്നും ചെയ്താലേ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വലുതായിട്ട് തന്നെ ഉള്ള ഒരു സാധനമാണ്. അതിലൊക്കെ ഇച്ചിരിയെങ്കിലും ഉണ്ട്, എല്ലാം ഇച്ചിരി ഉണ്ട്. പക്ഷേ സ്കെച്ചില്ല.
ഞാൻ അമ്മ തയ്ക്കുവാണ്. ഇത് അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ അച്ഛാ. പിന്നെന്താ, പിന്നെ റൈറ്റിംഗ് ബോർഡ് അതൊക്കെ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. റൈറ്റിംഗ് ബോർഡ് ഉണ്ട്. പിന്നെന്ത് ഈ ഒരു റൈറ്റിംഗ് ഇത് ഇതിനകത്ത് സ്കെച്ച് കൊണ്ടിരുന്നതാണ്. ഇതൊക്കെ കണ്ടോ, കണ്ടാണ്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ്ട് ഈ താഴത്തെ ഇത് കളർ നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ. ഇവിടുത്തെ ഹിന്ദി അക്ഷരങ്ങൾ എഴുതാനുള്ളതുണ്ട്. ഇത് സ്കെച്ച് കൊണ്ടൊക്കെ വരയ്ക്കാനുള്ളതാണ്. പിന്നെ എവിടെയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഇഷ്ടമുള്ള പാടമൊക്കെ നോക്കി നമുക്ക് എടുത്ത് വരയ്ക്കാം. ഇവിടെയൊക്കെ വരയ്ക്കാം. ഇതിനകത്ത് ആണെങ്കിൽ നമുക്ക് ഈ കർസീവ് ലെറ്റേഴ്സ് ഇവിടെ ഇട്ടിട്ട് വെക്കാം. കർസീവ് ലെറ്റേഴ്സ് ഇതൊക്കെ കളർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ചിടാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഇതാ ഇവിടെ സൈഡിലായിട്ട് ഇത് കൗച്ച് വെച്ചിട്ട് ഈ സംഭവമാണ്. അത് എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് മുകളിലായിട്ട് ക്രയോണൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇതൊരു മറ്റേ ഈ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഇതുണ്ട്. പിന്നെ ഒരു സ്കെച്ച് ഉണ്ട്. ഇത്രയൊക്കെ തെളി കണ്ടോ, ഇത്രയൊക്കെ തെളിയുവേ. പിന്നെ കുറേ ഈ സ്കെച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ മറ്റേ ബ്ലാക്ക് കളർ പെൻസിലിൻ്റെ സെറ്റ് ഞാൻ കാണിച്ചില്ല. അതിനകത്തിലൊക്കെ ഇതൊക്കെ ഈ കളർ പെൻസിലിനകത്തുള്ള സെറ്റിനകത്തുള്ളതാണ്. ഈ ബ്ലാക്ക് കളറിലുള്ള ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ അതിനകത്തുള്ളതാണ്. അതിനകത്ത് കുറേ ക്രയോൺസ് ഉണ്ട്. പിന്നെ കിൻഡർ ജോയിന്ന് കിട്ടിയ സാധനമാണ്. പിന്നെ വലിയ ക്രയോൺസ് ഉണ്ട്, ഭയങ്കര വലിയ, ഇത്രയുള്ള. പിന്നെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാത്തൊരു സ്ഥലമുണ്ട്. കണ്ട് ഇവിടെ ഇങ്ങനെ ഞാൻ ബുക്സൊക്കെ വയ്ക്കാനുള്ള ബുക്സ് ഇപ്പം എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാനത് ബുക്സൊക്കെ അതങ്ങ് ഞാൻ ഇങ്ങനെ ബുക്സൊക്കെ കാണിച്ചു തരാം. എൻ്റെ ബുക്സ് ഈ ബുക്സ് എടുത്തില്ലെന്നല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ എൻ്റെ വീട്ടിലെഴുതി പഠിക്കുന്ന ബുക്സാണ്. ഇത് മാത്സിൻ്റെ ഒരു ബുക്സാണ് ഞാൻ എഴുതിയേക്കുന്നതൊക്കെ. ഇതാ ഇതിലൊക്കെ ഞാൻ എനിക്ക് 3ാം ക്ലാസ്സിലോട്ട് പഠിക്കാനുള്ളത് ഒക്കെ ഞാൻ ഇതിനകത്തിലോട്ടാണ് എഴുതിയേക്കുന്നത്. മാത്സിൻ്റെ ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് എൻ്റെ പഴയ ബുക്കാണ്. ഇത് എൻ്റെ 2ാം ക്ലാസ്സിലെ ബുക്കാണ്. ഈ ബുക്സൊക്കെ എൻ്റെ ഇത് 2ാം ക്ലാസ്സിലെ തന്നെയാണ്. മലയാളം കോപ്പി എഴുതുന്ന ബുക്കാണ്. ഇത് എൻ്റെ ഇപ്പോൾ പുതിയ ബുക്ക്. ഇതിന് പൊതിഞ്ഞിട്ടുണ്ട്. ഇത് പൊതിഞ്ഞിട്ടില്ല. ഇത് സ്കൂളിൽ എഴുതിയ ബുക്കല്ല. ഇത് ഞാൻ വീട്ടിലെഴുതി പഠിക്കുന്ന ബുക്കാണ്. ഇത് സ്കൂളിൽ കാണിക്കാനുള്ളതാണ് തോന്നുന്നു. ഈ ടീച്ചർ എഴുതി പഠിക്കണമെന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ഫ്രൂട്ടുണ്ട്. ഞാൻ സൈഡിൽ ഇങ്ങനെ കുത്തി വെച്ചേക്കുവാണ്. ഇതെനിക്ക് വായിക്കാൻ അറിയാവുന്ന ഒരു ഫ്രൂട്ടാണ്. ഞാനത് വായിച്ച് കേൾപ്പിക്കാവേ. എൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പേരിൽ ഇത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്ക് ഇട്ട് വെക്കാൻ. ഇത് മറ്റേ ഈ ഒരു പെന്നിൻ്റെയാണിത്. ഇതൊരു ഈ പേന പെൻസിൽ. ഇത് ഗൾഫിലൊക്കെയാണ് കിട്ടുന്നതാണ്. ഇതൊരു മറ്റേ ഡയമണ്ടിൻ്റെ വെട്ടിയാണ്. ഡയമണ്ടൊന്നുമല്ല, അതിൻ്റെ ഒരു വെട്ടിയാണ്. അതിൻ്റെയാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ ചരിച്ചായി വെക്കാം. ഇതെന്ത് ഞാൻ വെക്കുന്നതാണ്. പിന്നെ എന്തോ എനിക്ക് പെൻസിൽസ് വേണ്ട. ഓക്കെ, ബൈ.